Hi everyone, welcome to A Plus Training Solutions. So നമ്മളുടെ യൂണിറ്റ് 10 കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് വീതമുള്ള ഒരു 2 പാർട്ട് നമ്മൾ കഴിഞ്ഞു. സോ ഇതിൻ്റെ ഒരു തേർഡ് പാർട്ട് നമുക്ക് നോക്കാം, ഒരു ഫൈനൽ പാർട്ടായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് സജസ്റ്റഡ് 6 dimensions of communalism? Assimilationist, welfarist, retaliatory, separatist and സെസഷനിസ്റ്റ്. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഒരു 6 ഡയമെൻഷൻസ് കമ്മ്യൂണലിസത്തിൽ കൊടുത്ത വ്യക്തി ആരാണെന്ന് ഒന്ന് വൈ സിംഗ്, യോഗേന്ദ്ര സിംഗ്, ദെൻ എ ആർ ദേശായി, ടി കെ ഉമ്മൻ, ജി എസ് കുരൻ. ഇതിലാരാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കമ്മ്യൂണലിസത്തിൽ പറഞ്ഞത്? ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഇത് പറഞ്ഞത് ടി കെ ഉമ്മൻ ആണ്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ്. ടി കെ ഉമ്മൻ ആണ് ഈ ഒരു 6 ഡയമെൻഷൻസ് ഓഫ് കമ്മ്യൂണലിസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി. 6 ഡയമെൻഷൻസ് ഓഫ് കമ്മ്യൂണലിസം. അപ്പോൾ ആ 6 ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് അസിമിലേഷനിസ്റ്റ്, ദെൻ വെൽഫെയറിസ്റ്റ്, റിട്രീറ്റിസ്റ്റ്, റിറ്റാലിയേറ്ററി, സെപ്പറേറ്റിസ്റ്റ്, സെസഷനിസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ടി കെ ഉമ്മൻ്റെ 6 ഡയമെൻഷൻസ് ഓഫ് കമ്മ്യൂണലിസം. കമ്മ്യൂണലിസത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു 6 ഡയമെൻഷൻസ് ഇതാണ്. ഓക്കെ, സോ അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോവുക, ഈ ഒരു 6 ഡയമെൻഷൻസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ടി കെ ഉമ്മൻ്റെ. Then the secularization theory explains on the rise of industry society, modernization of culture, pluralization of life worlds, criminalization of market, marginalization of political groups. Secularization theory പറയുന്നത് എന്താണ്? ഇതിൽ ഏതൊക്കെയാണ് നോക്ക്. റൈസ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണോ, മോഡേണൈസേഷൻ ഓഫ് കൾച്ചർ ആണോ, പ്ലൂറലൈസേഷൻ ഓഫ് ലൈഫ് വേൾഡ്സ് ആണോ, ക്രിമിനലൈസേഷൻ ഓഫ് മാർക്കറ്റ് ആണോ, മാർജിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ആണോ? എ ബി ആൻഡ് സി അല്ലെ. റൈസ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, മോഡേണൈസേഷൻ ഓഫ് കൾച്ചർ, അതുപോലെ തന്നെ പ്ലൂറലൈസേഷൻ ഓഫ് ലൈഫ് വേൾഡ്സ്. ഇത് മൂന്നുമാണ്. ക്രിമിനലൈസേഷൻ ഓഫ് മാർക്കറ്റ് അല്ലെങ്കിൽ മാർജിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ഒന്നും സെക്യുലറൈസേഷൻ തിയറിയിൽ വരുന്നതല്ല. ഓക്കെ, ക്ലിയർ? Then next, which of the following terms are used to refer to the new religious movements? ഇതിൽ ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സിൽ നമ്മൾ റെഫർ ചെയ്യുന്ന മറ്റ് 2 പേരുകളുണ്ട്. ഓക്കെ, മിഷാനിക് മൂവ്മെന്റ്, റീവൈറ്റലൈസേഷൻ മൂവ്മെന്റ്, ടോട്ടമിക് മൂവ്മെന്റ്, സർറിയലിസ്റ്റിക് മൂവ്മെന്റ്. ഇതിൽ നമ്മൾ ന്യൂ റിലീജിയസ് മൂവ്മെന്റിനെ വിളിക്കുന്നത് മിഷാനിക് മൂവ്മെന്റ്, അതുപോലെ തന്നെ റീവൈറ്റലൈസേഷൻ മൂവ്മെന്റ്. ഈ 2 പേരുകളും നമ്മൾ ന്യൂ റിലീജിയസ് മൂവ്മെന്റിനെ റെഫർ ചെയ്യാൻ പറയും. ഓക്കെ, മിഷാനിക് മൂവ്മെന്റും അതുപോലെ തന്നെ റീവൈറ്റലൈസേഷൻ മൂവ്മെന്റും അതാണ് മറ്റ് ടേംസ് ന്യൂ റിലീജിയസ് മൂവ്മെന്റിനെ റെഫർ ചെയ്യുന്നത്. സോ ആൻസർ എയും ബിയുമാണ് അല്ലെ. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ 4 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, then given below are 2 statements. According to A. Van Genev, a direct right is a curse or a spell. Direct rights are designed to produce results immediately without intervention by outside agent. നമ്മൾ ഡയറക്റ്റ് റൈറ്റ്സ് എന്ന് പറയുന്നൊരു പോർഷൻ പഠിച്ചിരുന്നു. എവൻ ജെന്നപ്പിൻ്റെ തന്നെയാണ് ഡയറക്റ്റ് റൈറ്റ്സ്, ഇൻഡയറക്റ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഡയറക്റ്റ് റൈറ്റ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലെങ്കിൽ ഒന്ന് ശരി മറ്റൊന്ന് തെറ്റാണോ? നിങ്ങൾ വായിച്ചു നോക്കൂ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഡയറക്റ്റ് റൈറ്റ് എന്ന് പറയുന്ന ഒരു കേഴ്സ് അല്ലെങ്കിൽ ഒരു സ്പെല്ലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അതെന്ന് പറയുന്നത് റിസൾട്ട്സ് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊഡ്യൂസ് റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് ഇന്റർവെൻഷൻ ബൈ എനി ഔട്ട്സൈഡ് ഏജന്റ്. അങ്ങനെയുള്ളതാണ് ഡയറക്റ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് റൈറ്റ്സ്, അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് പാസേജ്, ഇത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്റ്റേജസ് ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇതിൽ. ഓക്കെ, ദെൻ വാട്ട് ഡസ് നോട്ട് റെഫർ ടു ദ റൈറ്റ്സ് ഓഫ് പാസേജ്? ഇതിൽ റൈറ്റ്സ് ഓഫ് പാസേജുമായിട്ട് ബന്ധമില്ലാത്ത, റെഫർ ചെയ്യാത്ത കാര്യം ഏതാണ്? സെറമണീസ്, റിച്വൽസ്, സ്റ്റേറ്റ്, സിമ്പിൾസ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഇതിലേതാണ് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ വരുന്നത്? സെറമണീസ് ബന്ധമുണ്ട് അല്ലെ, റൈറ്റ്സ് ഓഫ് പാസേജുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു കാര്യമാണ്. റിച്വൽസും അതുപോലെയാണ് അല്ലെ. സ്റ്റേറ്റ് അങ്ങനെയാണോ? അല്ല, സ്റ്റേറ്റ് അങ്ങനെയല്ല. സിമ്പിൾസ് പക്ഷേ ഉണ്ട് അല്ലെ. അപ്പോൾ സെറമണീസ്, അപ്പോൾ സ്റ്റേറ്റ് ആണ് ഇതിൻ്റെ ആൻസർ. ഇതുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന ഏതാണ്? റൈറ്റ്സ് ഓഫ് പാസേജുമായിട്ട് സ്റ്റേറ്റ്. So state is the right answer. Given below are 2 statements. One is labeled as assertion and other is labeled as reason. Assertion reason question ആണ്. ഒന്നാമത്തെ assertion എന്താണ്? There is an increasing prevalence of borderless disease. There is a reason, there is an increase in global travel and an increasing rate of human migration.
അപ്പം ഇതിലേതാണ് ഒരു ബോർഡർലെസ് ഡിസീസ് ഇപ്പം ഭയങ്കരമായിട്ടുള്ള എപ്പിഡമിക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും, കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസസ്. അതിനുള്ളൊരു കാര്യം ഗ്ലോബൽ ട്രാവൽ ഇൻക്രീസ് ആയതുകൊണ്ടും ഇൻക്രീസിങ് റേറ്റ് ഓഫ് ഹ്യൂമൻ മൈഗ്രേഷൻ ഉണ്ടായതുകൊണ്ടുമാണ് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ശരിയാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 6 എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അല്ലേ. ഇങ്ങനെ ട്രാവൽ മൈഗ്രേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ബോർഡർലെസ് ആയിട്ട് ഇങ്ങനെ ആളുകൾ പോകുന്നതുകൊണ്ടാണ് പല അസുഖങ്ങളും എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ആകുന്നത് എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇങ്ങനെയുള്ള എപ്പിഡമിക്സും കാര്യങ്ങളും ഒക്കെ അല്ല. നമുക്കിപ്പോൾ കോവിഡിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് വന്നത് ഒരു രാജ്യത്തല്ലേ, ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് വന്നത്. പക്ഷെ അത് വേൾഡ് വൈഡ് ആയിട്ട് പോയി. കാരണം എന്താണ്, അവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്താണ് ഓരോ ആളുകൾ ആ രാജ്യത്ത് പല രാജ്യത്തു നിന്നുള്ള ആളുകൾ ചെല്ലും. അങ്ങനെ വന്ന് ഇന്ത്യയിലോട്ട് ഒട്ടും വന്നത് അങ്ങനെയല്ലേ. സോ അത് എൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, so according to Ivan Illich, schools have developed which of the following 4 basic functions? ഇതിൽ ഏതൊക്കെ 4 ബേസിക് ഫംഗ്ഷൻസിന് വേണ്ടിയാണ് സ്കൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇവാൻ ഇല്ലിച്ചിനെ സംബന്ധിച്ച്. ഡി സ്കൂളിംഗ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കൺസെപ്റ്റ് നോക്കിയല്ലോ, അതിലൊക്കെ വരുന്നതാണ്. പ്രൊവിഷൻ ഓഫ് കസ്റ്റോഡിയൽ കെയർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പീപ്പിൾ വിത്തിൻ ഒക്കുപേഷണൽ റൂൾസ്, ലേണിംഗ് ഓഫ് ഡോമിനന്റ് വാല്യൂസ്, പ്രൊമോട്ട് ഇക്വാളിറ്റി ഓർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റി, അക്വിസിഷൻ ഓഫ് സൊസൈറ്റി അപ്രൂവ്ഡ് സ്കിൽസ് ആൻഡ് നോളജ്. ഇതിൽ സ്കൂൾസ് ഇവാൻ ഇല്ലിച്ചിനെ സംബന്ധിച്ച് സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ 4 ബേസിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് പ്രൊവിഷൻ ഓഫ് കസ്റ്റോഡിയൽ കെയർ, ശരിയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പീപ്പിൾ വിത്തിൻ ഒക്കുപേഷണൽ റൂൾസ്, ശരിയാണ്. ലേണിംഗ് ഓഫ് ഡോമിനന്റ് വാല്യൂസ്, എപ്പോഴും അവിടെ ഡോമിനന്റ് വാല്യൂസേ പഠിപ്പിക്കത്തുള്ളൂ, ഓക്കെ, അല്ലെങ്കിൽ ലേൺ ചെയ്യത്തുള്ളൂ. പ്രൊമോട്ട് ഇക്വാളിറ്റി ഓർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റി, തെറ്റാണ്. അതിനെതിരെയായിരുന്നു ഈ പറയുന്ന ഇവാൻ ഇല്ലിച്ച്. സ്കൂൾസ് ഇതൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുമായിരുന്നു അദ്ദേഹം. അക്വിസിഷൻ ഓഫ് സൊസൈറ്റി അപ്രൂവ്ഡ് സ്കിൽസ് ആൻഡ് നോളജ്, സൊസൈറ്റി അപ്രൂവ് ചെയ്ത സ്കിൽസും നോളജും മാത്രം അക്വിസിഷൻ, അതിൻ്റെ ഒരു അക്വിസിഷൻ, അതും ശരിയാണ്. സോ എ, ബി, ഡി ആൻഡ് ഇ ആണ് അതിൻ്റെ ഒരു റൈറ്റ് ആൻസർ. സോറി, എ, ബി, സി ആൻഡ് ഇ. ഓക്കെ, ഇതിലേതാണ് ഓപ്ഷൻ? എ, ബി, സി ആൻഡ് ഇ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു റൈറ്റ് ആൻസർ. നോക്കാം. യെസ്, അത് തന്നെയാണ് അതിൻ്റെ ഒരു റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ. Then which among the following are relevant and related to the national policy on education? നമ്മൾ കുറച്ച് എഡ്യൂക്കേഷൻ പോളിസീസ് പഠിച്ചിരുന്നു ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷനിലായിട്ട്. ഇതിൽ ഏതൊക്കെയാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷനിൽ വരുന്ന നാഷണൽ പോളിസീസ് ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നതാണോ? ആണ് അല്ലെ, ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസിയാണ് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള. ദെൻ മുരളീധർ കമ്മീഷൻ അല്ലേ, ഇതിൽ വരുന്നതാണ്. ദെൻ കിറ്റ്വായ് വരുന്നതല്ല. കോത്താരി കമ്മീഷൻ ഇത് വരുന്നതാണ്. ടെൻഡുൽക്കർ കമ്മീഷൻ ഇതിൽ വരുന്നതല്ല. സോ എ, ബി ആൻഡ് ഡി ആയിരിക്കും അതിൻ്റെ ഒരു റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. എ, ബി ആൻഡ് ഡി. ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് അതിൻ്റെ ഒരു റൈറ്റ് ആൻസർ. സോ കൃത്യമായിട്ട് ആ ഒരു എഡ്യൂക്കേഷൻ പോളിസീസ് എല്ലാം കൃത്യമായിട്ട് നോക്കാം. അത് ഈ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതൊക്കെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എഡ്യൂക്കേഷൻ കമ്മീഷൻസ്, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഒക്കെ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ സ്ട്രക്ചറലിസ്റ്റ് സെമിയോട്ടിക്സ്? സ്ട്രക്ചറലിസ്റ്റ് സെമിയോട്ടിക്സിൽ വരുന്ന ഏതൊക്കെയാണ് എന്നുള്ളത് എന്തൊക്കെയാണ്? സീക്സ് ടു ലുക്ക് ബിഹൈൻഡ് ഓർ ബെനീത്ത് ദ സർഫസ് ഓഫ് ദ ടെക്സ്റ്റ് ടു ഡിസ്കവർ ഇറ്റ്സ് അണ്ടർലൈങ് ഓർഗനൈസേഷൻ. ഒന്നാമത്തത്, ഇറ്റ് എക്സ്പ്ലോർസ് ദ കൊണോട്ടേറ്റീവ് മീനിങ്സ് ഓഫ് ദ സയൻസ് ആസ് റിയലൈസ്ഡ് ഇൻ ദ കോഡ്സ് ആൻഡ് കൺവെൻഷൻസ്. ഇറ്റ് ഇസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ദ ടെക്സ്ച്വൽ ഓർഗനൈസേഷൻസ്. ഇത് മൂന്നും ശരിയല്ലേ? സ്ട്രക്ചറലിസ്റ്റ് സെമിയോട്ടിക്സിനെ സംബന്ധിച്ച് ഒന്നാമത്തെ ഇത്, സീക്സ് ടു ലുക്സ് ബിഹൈൻഡ് ഓർ ബെനീത്ത് ദ സർഫസ് ഓഫ് ദ ടെക്സ്റ്റ് ടു ഡിസ്കവർ ഇറ്റ്സ് അണ്ടർലൈങ് ഓർഗനൈസേഷൻ, ശരിയാണത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് എക്സ്പ്ലോർസ് ദ കൊണോട്ടേറ്റീവ് മീനിങ്സ് ഓഫ് ദ സയൻസ് ആൻഡ് റിയലൈസ്ഡ് ഇൻ ദ കോഡ്സ് ആൻഡ് കൺവെൻഷൻസ്, അതും ശരിയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ടെക്സ്റ്റൽ ഓർഗനൈസേഷൻസ്, മൂന്നും ശരിയാണ്. സോ എയും ബിയും സിയും ശരിയായിട്ടുള്ള കാര്യമാണ്. സ്ട്രക്ചറലിസ്റ്റ് സെമിയോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് മൂന്ന്. സോ എ, ബി ആൻഡ് സി ഇത് മൂന്നുമാണ് വരുന്നത്. ഓപ്ഷൻ 4 ആണ് അതിൻ്റെ ഒരു റൈറ്റ് ആൻസർ. നോക്കാം. ഓപ്ഷൻ 4 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. സെക്റ്റ്, ചർച്ച്, കൾട്ട്, ഡിനോമിനേഷൻ, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ എന്താണ് കൃത്യമായിട്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടിത് നോക്കി പോയതാണ്, കൃത്യമായിട്ട് ഓരോന്നും പഠിച്ച് തന്നെ പോയതാണ് അല്ലേ. റിലീജിയസ് ഓർഗനൈസേഷൻസിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം സെക്റ്റ് എന്താണെന്നുള്ളത്. ഇതിലേതാണ് വരുന്നത്? സെക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓപ്ഷൻ 4 ആണ് വരുന്നത് അല്ലേ. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who see themselves as true believers and who voluntarily join a group usually broken off from a more established religion to have a personal religious experiences.
അതാണ്. ദെൻ അടുത്ത ചർച്ച്. ചർച്ച് എന്താണ്? എ ലാർജ് ഗ്രൂപ്പ് ഓഫ് റിലീജിയസ്ലി ഓറിയന്റഡ് പീപ്പിൾ ദാറ്റ് മെമ്പേഴ്സ് ആർ യൂഷ്വലി ബോൺ ഇൻ ടു റാദർ ദാൻ കോൺഷ്യസ്ലി ജോയിൻ. കോൺഷ്യസ്ലി ജോയിൻ ചെയ്യുന്നതിലും കൂടുതൽ മെമ്പേഴ്സ് ബോൺ ചെയ്യുന്ന ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് റിലീജിയസ്ലി ഓറിയന്റഡ് പീപ്പിളിനെയാണ് നമ്മൾ ചർച്ച് എന്ന് പറയുന്നത്. ദെൻ കൾട്ട് എന്താണ്? കൾട്ട് എന്ന് പറയുന്നത് എ സ്മോൾ ന്യൂ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ് ഹൂസ് റിലീജിയസ് ട്രഡീഷൻസ് ആർ ഓവർ ബീൻ അസോസിയേറ്റഡ് വിത്ത് ആൻഡ് ഈസ് ഓഫൺ അറ്റ് ഓഡ്സ് വിത്ത് എനി എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയസ് എക്സ്പീരിയൻസ്. അതിനെയാണ് കൾട്ട് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ കൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഈവൽ കൾട്ടിന്റെ കാര്യമൊക്കെ പഠിച്ചില്ലേ, ജോൺസ്റ്റൗൺ സൂയിസൈഡ് ഒക്കെ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ദെൻ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് റിലീജിയസ് ഗ്രൂപ്പ്സ് ദാറ്റ് എക്സിബിറ്റ്സ് എ ജനറൽ സ്പിരിറ്റ് ഓഫ് ടോളറൻസ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് അതർ റിലീജിയസ് ബോഡിയാണ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. സോ A4 B3 C1 അതുപോലെ തന്നെ D2. A4 B3 C1 D2 ഇതാണ് ഇതിൻ്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൻ്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ A4 B3 C1 D2 ഇതാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ചർച്ച് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട്, അതുപോലെ തന്നെ സെക്ട് എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുപോലെ തന്നെ ഡിനോമിനേഷൻ, കൾട്ട്. ഓക്കെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോകുക. ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ചോദിച്ചതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതോടുകൂടി ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞു. നമുക്ക് ഇത് കൂടാതെ ഒരു 50 ക്വസ്റ്റ്യൻസ് അല്ലാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാവോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു ഏരിയ തന്നെ ബേസ് ചെയ്ത് തന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം അതിൽ നിന്ന് തന്നെ നോക്കി ഓരോ ഏരിയ ബേസ് ചെയ്ത് തിരിച്ച് തന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറെ കൂടെ ആ ഡീപ്പർ ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറെ കൂടെ മനസ്സിലാവും. ഓക്കെ, അത് വളരെ ഹെൽപ്ഫുൾ ആണ് എക്സാം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക്. സോ ഇത്രയുമാണ്. നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ ഏകദേശം ക്ലാസ്സസ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എല്ലാം കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മൾ പറയാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് താങ്ക് യു.